നേരത്തെ ഈ അമ്പലത്തിന്റെ ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളം എടുത്തോട്ടെ, ഇതിനകത്ത് വെള്ളം ഇട്ടാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇന്നാലും കോരിയായിരിക്കും. നിറഞ്ഞു വെള്ളം കിടക്കുമായിരുന്നു കേട്ടോ. ആണോ? ഇപ്പൊ ശകലേ ഉള്ളൂ. പറ്റില്ല ഇതൊരിക്കലും. ഇത് പറ്റിയാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇത്രയും കുറവ് വെള്ളം കാണുന്നത്. ഇതിനാവശ്യത്തിന് ഈ അമ്പലത്തിലെ പൂജയ്ക്കും കാര്യങ്ങളും എല്ലാ ആവശ്യത്തിനും വിടുന്ന വെള്ളം എടുത്തോട്ട് ഇതിന് ഇത്രയും നന്നായിട്ട് നിറഞ്ഞു കിടന്നതാ. അപ്പം വിടാം. ബൈ ബൈ. അപ്പം മറ്റാഴ്ചയാലും ഞാനും ഞങ്ങളുടെ ബൈനോക്കുലർ ടോക്സും ചങ്കണ്ണന്മാരുടെ ഇവിടെ പറഞ്ഞ് അടുത്തൊരു സ്ഥലമുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോകാം, കാണാം. ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുത്തം യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കട്ടപ്പന കുമിളി പാതയാട്ടോ. ഏകദേശം കട്ടപ്പന കുമിളി പാതയുടെ നടുക്ക് വശത്തായിട്ട്, അതായത് ഏകദേശം നടുക്ക് വശത്തായിട്ട് നമ്മൾ പണ്ട് മാർബിളിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ശങ്കുറുണ്ടാൻ എന്ന് പറയുന്ന ഒരു ഗുഹ, അതായത് ഗുഹ രണ്ടറ്റം തുറന്ന ശംഖിൻ്റെ രൂപത്തിലുള്ള ഒരു ഗുഹയുണ്ട്. ഇത് ആ വലത്ത് സൈഡിൽ മേള് വശത്ത് കാണുന്നുണ്ടോ, അങ്ങോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ ശങ്കുറുണ്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ആ ശങ്കുറുണ്ടാൻ്റെ പേരിൽ തന്നെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെ ഒരു ശങ്കുറുണ്ടാൻ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് വരും. നമുക്ക് അവിടെ ചെന്ന് അവിടെ ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവരൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ആ ഗുഹാക്ഷേത്രം ഒന്ന്, അതിൻ്റെ അടിയിലൊരു പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്, നമുക്ക് അതും ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്ന് മേളിൽ കയറി ചെല്ലണം കേട്ടോ. അപ്പോൾ ഇത് ആ മേളിൽ കാണുന്നതാണ് ഈ സംഭവം. എൻ്റെ പേര് കരുണാകരൻ. ചേട്ടനാ ഇപ്പൊ ഈ വിളക്കൊക്കെ കത്തിക്കും. ഇത് ഇതിന്റെ പണി ഇത് ഇങ്ങനെ പകുതിയാക്കി അതോ? ഇതിപ്പോ 2 വർഷമായി മുടങ്ങി നിൽക്കുക. നിങ്ങൾ എന്തെങ്കിലും ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ച്? ഇല്ല, ഒരു കമ്മിറ്റി ഉണ്ട് ഇവിടെ. കമ്മിറ്റി ഉണ്ട്. ജനകീയ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി ഇവിടുത്തെ ഈ ചുറ്റുവട്ടമുള്ള ആൾക്കാർ മാത്രം. ഇപ്പൊ അവിടെ നമ്മൾ പൂജയായിട്ടൊന്നും നിത്യപൂജയായിട്ടൊന്നും ഇല്ല, വിളക്കത്തിന് മാത്രമാണ്. എന്താണ് ശരിക്കും പ്രതിഷ്ഠ? എന്നാണ് പ്രതിഷ്ഠ? ഇവിടെ ദേവപ്രശ്നം 2007-8 ദേവപ്രശ്നം നടന്നായിരുന്നു. 2008 ദേവപ്രശ്നം നടന്ന സമയത്ത് അവിടെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് അനന്തപത്മനാഭന്റെ സാന്നിധ്യത്തോടു കൂടി അവിടെ ഇരിക്കുന്നത് 480 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ധർമ്മശാസ്ത്ര പൂർണ്ണപുഷ്കല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് അന്നത്തെ ജ്യോതിഷവിധി തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൻ പ്രകാരം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സർവ്വ ആൾക്കാരെയും മനസ്സിൽ സങ്കല്പിച്ച് നമ്മളെ കഴിയുന്ന ഒരു വിളക്കത്തി നടക്കുന്നല്ലേ നടക്കുന്നു. ഒരു മെമ്മോയാണ് നമുക്ക്. ഇത് വാഹനം കയറി വരുന്ന വഴി അമ്പലത്തിന്റെ അവിടം വരെ വരും. ഇതിലാണ് ശരിക്കും പറഞ്ഞ ഇവിടെ ഉത്സവം ഏത് മാസമാണ്? വിഷുവിന്. എത്ര ദിവസത്തെ? 2 ദിവസത്തെ. അപ്പൊ നമുക്ക് നടന്നു പോകാൻ ഇതാണ് എളുപ്പം. ഇതാണ് പകുതിയായി. ചിത്തിര ഒന്നാണ് പ്രധാനം. അത് മലയാളത്തിൽ പറയുമ്പോൾ മേടം വിഷു. മേടം വിഷു ഇതാണ് ഇവിടെ ഉത്സവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും വെള്ളോട്ട് വരുന്നുണ്ടോ അതോ ഞങ്ങൾ പോയി എടുത്തിട്ടുണ്ടോ? കേറിയിട്ട് ഇറങ്ങിയാണ്. അപ്പൊ ഞങ്ങൾ കേറിയിട്ട് വരട്ടെ. അപ്പം നമുക്ക് ഈ മല കയറാം. ബാ, എല്ലാവരും ബാ. നമ്മൾ പളനി പോയിട്ടുണ്ട്, ശബരിമല പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ശങ്കുറുണ്ടാൻ മല കയറാം. അവിടെ ഇരിക്കണേ പ്രകൃതി കനിഞ്ഞനി കൊടുത്തിരിക്കണ ഭംഗിയിലിരിക്കണ ആ ഗുഹാക്ഷേത്രവും കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ തിരിച്ചിറങ്ങി വരാം. നല്ല നായം കയറ്റമാണ് കേട്ടോ. കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്, 2 സൈഡിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഉണ്ടാവും മേളിൽ എന്തോ ടാങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. താഴോട്ട് പൈപ്പ് കണക്ഷനൊക്കെ വരച്ചിട്ടുണ്ട്. കോൺക്രീറ്റൊക്കെ തീർന്നു കേട്ടോ. ഇനി മൺവഴിയാണ്, മണ്ണ്. നല്ല കയറ്റം കേട്ടോ, ചെറിയ കയറ്റമൊന്നുമല്ല. മേളിൽ ചെല്ലുമ്പോഴത്തേനും എന്തായി തീരുമോ. വഴിക്കൊക്കെ ഒന്ന് ഇരുന്നൊക്കെ കയറിപ്പോയാൽ മതി. അല്ല വണ്ടി കുറച്ച് അപ്പുറത്തോടെ വണ്ടി കയറി ചെല്ലുമല്ലോ. അവിടെ ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണല്ലോ കയറുള്ളൂ. നമ്മുടെ വണ്ടി കയറത്തില്ല, കല്ലേക്കൂടൊക്കെ അടിച്ച് പറയും. ഈ ടാങ്കിൻ്റെ പൈപ്പാട്ടോ താഴെട്ടേക്കണേ കേട്ടോ. കുടിവെള്ള പദ്ധതിയാണ്, കുടിവെള്ള പദ്ധതി. ഇവിടെയൊക്കെ ജലക്ഷാമമുള്ള മേഖലകളാണ്. നമുക്കൊന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ കയറിപ്പാം. നമുക്ക് പോകുന്ന വഴി 1-2 വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ് കേട്ടോ. ഇതുണ്ടോ, ഒരു ചേലാന്ന് തോന്നുന്നു, പാറയിൽ നല്ല ബലത്തിൽ നിൽക്കണം. അതിൻ്റെ ചുവട്ടിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കല്ലിമ്മേക്കല്ലെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. കല്ലിമ്മേക്കല്ല് മൊത്തം ഇതുപോലെ മരം കയറി അടഞ്ഞു നിൽക്കുക. നമുക്ക് താഴെ നിന്ന് ആ കല്ലിൻ്റെ ഒരു പീസ് കാണാം. എന്നിട്ട് മേളിൽ ചെല്ലുമ്പോൾ കല്ല് കാണാവുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് കാണാം. ഇതുണ്ടോ, അതിൻ്റെ മേളിലൊരു കുഞ്ഞിക്കല്ല് കാണുന്നുണ്ടോ? അതാ ഒരു കല്ല് അതിൻ്റെ മേളിൽ കയറുന്നത്. അത് കല്ലിമ്മേക്കല്ലെന്നാണ് അറിയപ്പെടുന്നത്. ഈ ശങ്കുറുണ്ടാൻ വരുമ്പോഴത്തെ ഒരു പ്രത്യേകത അത് ശങ്കുറുണ്ടാൻ്റെ കല്ലിമ്മേക്കല്ല്. ഇതിൻ്റെ ചുവട്ടിൽ വിളക്ക് തീരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആ താഴെ നിന്ന് ചേട്ടൻ പറഞ്ഞില്ല, ചേട്ടനാ കയറി ഒന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് പോകുന്നത്. ഒരു പ്രാവശ്യം കയറിയിട്ട് ഇറങ്ങി ചേട്ടനെ വിളിച്ചാൽ അന്നേരം ചേട്ടൻ പറഞ്ഞു ഞാൻ ഇപ്പം കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളത്. ഒരു ഭക്തിയായിട്ട് നോക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ അതൊക്കെ
ഒന്ന് നോക്കിക്കോണം. ഇതേ കണ്ടാ കാണുന്നേ, അതാണ് ശങ്കുറുണ്ടാൻ പാറ. ഞങ്ങൾ ഇന്നാൾ വന്നപ്പോൾ ഇവിടെ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പൊക്കെ പണിതേക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി കൂടി ഈസിയായി. കണ്ടല്ലോ ശങ്കുറുണ്ടാൻ്റെ ഷേപ്പ് കണ്ടോ? ഇത് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ശങ്കുരുണ്ട് പോയാലും അതിൻ്റെ അടിയിൽ ആ ഷേപ്പാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണമെന്നാണ് പറയുന്നത്. പണ്ട് ഇതിൻ്റെ മുകളിലൊരു കൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കാറ്റടിച്ച് ഒട്ടിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. ഇന്ന് വേണ്ട പഞ്ചപാണ്ഡവന്മാരുടെ വനവാസ കാലമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒത്തിരി ഐതിഹ്യങ്ങളൊന്നും അറിയില്ല ഇവിടെ അവർ താമസിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇതിനടിയിൽ പുതുതായിട്ട് അവർ കുറേ നിർമ്മിതിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ, കോൺക്രീറ്റൊക്കെ. നമ്മളന്ന് വന്നപ്പോൾ കോൺക്രീറ്റ് ഒന്നുമില്ല, ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ പൊടിയൊക്കെ കിടപ്പുണ്ട്. ഇറങ്ങുമ്പം ഇച്ചിരി ഇറക്കമാണ്, ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റി വീഴും. പാറ വീണാലത്തെ അവസ്ഥ അറിയാമല്ലോ, ഒരു മയവും കാണത്തില്ല. അത് പറയുന്ന പുരാതനമായ വിഗ്രഹമാണ് ഇരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞില്ലേ, അവരിത് പണിയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾക്ക് പ്രതീക്ഷിച്ച് അവരെല്ലാവരോടും മുന്നോട്ട് പോകുന്നത്. ബാക്കിയൊക്കെ ഇത് പണിയേണ്ടത് ഇതൊക്കെയാണെന്നുണ്ട്, ബാക്കിയൊക്കെ തന്നെ വരുമെന്നേ. എനിക്ക് എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ കാണും, എനിക്ക് ഈശ്വരന്മാരല്ലയോ. ഉണ്ട് അവരത് അത്യാവശ്യം നല്ല സെറ്റായിട്ട് മാലയൊക്കെ കെട്ടി അതിനകത്ത് 2 വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ട് അതൊരു കൽവിളക്കാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇതിൽ ഫോട്ടോ ഫ്രണ്ടി വെച്ചിട്ടുണ്ട്, അത്യാവശ്യം മാലയൊക്കെ കെട്ടി ചാർത്തിയിട്ടുണ്ട്. വലിയ രൂപമൊക്കെ അങ്ങനെ അറിയാൻ പറ്റില്ല, അതായത് കാലത്തിൻ്റെ ഈ കാറ്റ് പൊളിച്ചൊക്കെ അടിച്ചാൽ കുറേയൊക്കെ തേയ്മാനമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ നിരന്നിരുന്നൊരു ഗുഹയാണ്, ഇപ്പോൾ 2 സൈഡിലും ഒരു വാതിൽ പോലെയൊക്കെ അടച്ച് കെട്ടി കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായൊരു വ്യൂ കാണുന്നത് കേട്ടോ. കണ്ടല്ലോ, നമ്മൾ ആ വന്ന വഴിയൊക്കെ താഴെ കാണാം. കണ്ടോണേ, ഉണ്ടോ? താഴ്വശം ഇപ്പം കാണും, അങ്ങ് കാണുന്നുണ്ടോ? അതൊക്കെ എസ്റ്റേറ്റ് മേഖലയാണ്. ഇത് ഇയാളുടെ ഉണ്ടക്കല്ലില്ലേ, അതാ പറഞ്ഞ കേട്ടോ, കല്ലിമേക്കല്ലിൻ്റെ മേളിൽ ഇരിക്കുന്ന കല്ലാക്കണ്ടതേ, കണ്ടല്ലേ ഇരിക്കുന്നത്, അതതിൻ്റെ മേളിലായിരിക്കുന്നത്. ആ താഴെ കാണുന്ന ആ കടകളുണ്ടല്ലോ, നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഇപ്പം അത് കാണാം, നല്ല കയറ്റം കേട്ടോ. പക്ഷെ മേളിൽ കയറി വരുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ ചുറ്റുവട്ടം ഇതുണ്ട് നല്ല. ഇവിടെ പിന്നെ അധികം പ്ലാസ്റ്റിക്കും സാധനങ്ങളൊന്നും കൊണ്ടുവിട്ടില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ വരുമ്പോൾ നിറച്ച് വെള്ളം, ഇതിന് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അതിനെ ചുറ്റുവട്ടം നിറഞ്ഞ വെള്ളം കിടന്നത്. ഞാനിപ്പോൾ ഇത്രയും കാലം വന്നതിൽ ആദ്യമായിട്ടാണ് അത്രയും വെള്ളം കുറഞ്ഞു കാണുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഉണ്ടായിരിക്കും, മിക്കവാറും വരുമ്പോൾ ആ പാറക്കുഴി നിറഞ്ഞ വെള്ളം കിടക്കുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഈ ആവശ്യത്തിനൊക്കെ ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഇത് നമ്മളിപ്പോൾ പാറ അതിനകത്തോട്ട് ഇറങ്ങി അതിനെ ഒരു വരം വെച്ച് നമുക്കിനി ജീപ്പ് വരുന്ന റോഡ് കാണണ്ടേ, ജീപ്പ് വരുന്ന റോഡ് കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ ആ ഗ്രാനൈറ്റ് എടുത്ത പാറയുടെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത പാറ ഉണ്ടല്ലോ, ആ പാറയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ അവിടെ നിന്നും വലത്തെ സൈഡ്. ഇത് കണ്ടോ, ഇത് ആ വഴിയാണ് കാണുന്നത്. ആ ഒരു വെള്ള കെട്ടിടം കാണുന്നത്, അതിൻ്റെ സൈഡിൽ കൂടെ തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ? അവിടെ നിന്ന് അതിങ്ങനെ കയറി വണ്ടി ഇവിടെ വരും. പണി നടക്കുന്നതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ മേളുവശം കുറച്ച് ഭാഗം അവർ ലെവലാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്, ഒരു ക്ഷേത്രമൊക്കെ പണിയാനായിട്ട്. അത് എന്തോ കാരണത്താൽ പണി മുടങ്ങി കിടക്കുക. പണി മുടങ്ങി കിടക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ മണ്ണെടുത്തൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതുണ്ട്, ഇതൊക്കെ ഇതാ മേളിൽ നിന്ന് കാണുന്ന കേട്ടോ. ശങ്കുറുണ്ടാൻ പാറ എങ്ങനെ ഇരിക്കും, ശങ്കുറുണ്ടാൻ പാറ. ഇത് അപ്പുറ സൈഡിൽ കാണുന്ന പുറ്റടി എന്ന് പറയുന്ന സ്ഥലമാണ്, തൊട്ടടുത്ത് കാണുന്ന സ്ഥലമാണ് പള്ളിയും സ്കൂളും ഒക്കെ കാണുന്നത്. പിന്നെ അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്നാൽ കാണാം. എല്ലാത്തിൻ്റെയും പേരറിയത്തില്ല നമുക്ക്. അത് അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് കേട്ടോ, അത് അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് നടന്ന് കയറി വന്നത്. ബാക്കിയെല്ലാം ഏല മേഖലയാണ് കേട്ടോ. നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് വേണ്ടി 2 പേരയ്ക്ക അവിടെ വെച്ചേക്കും. ഇവിടെ ഉണ്ട് 2 പേരയ്ക്ക. നമുക്ക് രാമക്കൽപേട്ട് ചെന്നപ്പോൾ കിട്ടി, നമ്മുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ കിട്ടി, ഇവിടെയും കിട്ടി. പേരയ്ക്കായി കുറവൊന്നുമില്ല. ഇവിടെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ പേര ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. മിക്കത്തേലും 1-2 ഒത്തിരി തന്നെ ഉണ്ട്. മിക്കത്തേലും ചെറിയ ചെറിയ കാകൾ കാണും. നമുക്ക് ശങ്കുറുണ്ടാൻ പാറ കണ്ട് ഇനി പതുക്കെ നമുക്ക് താട്ടിറങ്ങി നമുക്കിനി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവാം. അപ്പോൾ ശങ്കുറുണ്ടാൻ പാറയുടെ വ്യൂ ഉണ്ടല്ലോ. അങ്ങനെ മത്തായിച്ചനും ബൈനോക്കുലർ ടോക്സും ഞാനും നമ്മളിനി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. അപ്പോൾ നിങ്ങളും പോരുമല്ലേ?